ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഓഫീസ് അക്കാഡമി. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഓട്ടോകാഡിൽ നമുക്ക് ലിമിറ്റ്സ് എങ്ങനെ സെറ്റ് ചെയ്യാമെന്നാണ്. പലർക്കും ഇതിൽ കൺഫ്യൂഷൻ ഉണ്ടാകുന്ന ഒരു ടോപ്പിക്കാണ്. അത് നമുക്ക് നോക്കാം എങ്ങനെയാണ് ആക്ച്വലി നമ്മൾ ലിമിറ്റ്സ് സെറ്റ് ചെയ്യുന്നതെന്ന്. ഓക്കെ, അപ്പം നമ്മൾ ആദ്യം ലിമിറ്റ് സെറ്റ് ചെയ്യാൻ നമ്മൾ ആദ്യം ഷോർട്ട് കീ അമർത്തുന്നു. എന്താണ് ഷോർട്ട് കീ? LIM അടിക്കുമ്പോൾ തന്നെ ലിമിറ്റ്സിൻ്റെ ഷോർട്ട് കീ വരും. എന്നാലും ഞാൻ ഫുൾ അടിക്കുവാണ്, LIMITS. ഓക്കെ, എന്നിട്ട് എൻ്റർ അമർത്തും. എൻ്റർ അമർത്തുമ്പം ഇവിടെ കാണാൻ പറ്റും സ്പെസിഫൈ ലോവർ ലെഫ്റ്റ് കോർണർ. ഓക്കെ, അപ്പോൾ ലോവർ ലെഫ്റ്റ് കോർണർ ഈ കോർണർ ഞാൻ ഇവിടെ പോയിന്റ് സെലക്ട് ചെയ്യുകയാണ്. എന്നിട്ട് അത് ക്ലിക്ക് ചെയ്ത ഉടനെ ഇവിടെ കാണിക്കും സ്പെസിഫൈ അപ്പർ റൈറ്റ് കോർണർ. ഓക്കെ, അപ്പർ റൈറ്റ് കോർണറിൻ്റെ അവിടെ ഞാൻ മേളിലത്തെ ഈ ഒരു പോയിന്റ് ക്ലിക്ക് ചെയ്യും. അപ്പം ഇത്രയും ഏരിയയിൽ മാത്രമാണ് നമുക്ക് ഡ്രോയിങ്സ് വരയ്ക്കാൻ പറ്റുന്നത് എന്നാണ് നമ്മൾ ലിമിറ്റ് സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്ര ഏരിയയാണ് സെറ്റ് ആയിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. ആക്ച്വലി ഇപ്പോൾ നമുക്ക് മനസ്സിലായി കാണത്തില്ല, നമുക്ക് റെക്റ്റാങ്കിൾ വരച്ചിട്ട് അതിൻ്റെ അകത്ത് നമുക്ക് ലിമിറ്റ് സെറ്റ് നോക്കാം. ഓക്കെ, അപ്പോൾ റെക്റ്റാങ്കിൾ ക്ലിക്ക് ചെയ്ത് എന്നിട്ട് ഞാനിപ്പം ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കുകയാണ്. ഓക്കെ, റെക്റ്റാങ്കിൾ ഫോർ എക്സാമ്പിൾ 300/200. ഓക്കെ, അപ്പോൾ 300 പ്ലസ് ചെയ്ത് ടാബ് പ്രസ് ചെയ്ത് 200 പ്രസ് ചെയ്തു. ഓക്കെ, അപ്പോൾ നമുക്ക് റെക്റ്റാങ്കിൾ കിട്ടി. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ റെക്റ്റാങ്കിൾ. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ലിമിറ്റ് സെറ്റ് ചെയ്യാം. അതിനായിട്ട് നമ്മൾ ഓൾറെഡി LIMITS. ഓക്കെ, ലിമിറ്റ്സ് അടിച്ചു, എൻ്റർ അടിച്ചു. അപ്പോൾ ഇവിടെ താഴെ പറയും സ്പെസിഫൈ ലോവർ ലെഫ്റ്റ് കോർണർ. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഒരു ലോവർ ലെഫ്റ്റ് കോർണർ സ്പെസിഫൈ ചെയ്യുകയാണ്. എന്നിട്ട് നെക്സ്റ്റ് പറയും സ്പെസിഫൈ അപ്പർ റൈറ്റ് കോർണർ. ഓക്കെ, അപ്പോൾ ഞാൻ അപ്പർ റൈറ്റ് കോർണറിൽ ക്ലിക്ക് ചെയ്തു. അപ്പോൾ നമ്മുടെ ലിമിറ്റ് സെറ്റായി. ഓക്കെ, അപ്പോൾ നമുക്ക് വരച്ച് നോക്കാം. ഇനി എൻ്റർ. അപ്പോൾ ലൈൻ എടുത്തിട്ട് ഞാൻ വരച്ച് നോക്കുകയാണ്. ഓക്കെ, അപ്പം ആക്ച്വലി എന്താവേണ്ടത്, നമ്മൾ സ്പെസിഫൈ ചെയ്ത ഏരിയയിൽ മാത്രമേ നമുക്ക് വരയ്ക്കാൻ കഴിയുമെന്ന് നമ്മൾ വിചാരിക്കും. പക്ഷേ ആക്ച്വലി അങ്ങനെയല്ല, നമ്മൾ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട് പക്ഷേ അതിനെ ഡിഫൈൻ ചെയ്തിട്ടില്ല, അത് ആക്ടിവേറ്റ് അല്ല. അതുകൊണ്ട് നമുക്ക് അകത്ത് മാത്രമല്ല, നമുക്ക് പുറത്തും വരയ്ക്കാൻ പറ്റുന്നുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതെങ്ങനെ ആക്ടിവേറ്റ് ചെയ്യുന്നതെന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ അഗെയിൻ നമ്മൾ ലിമിറ്റ്സ് പ്രസ് ചെയ്യും, ലിമിറ്റ്സ് എൻ്റർ. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ലിമിറ്റ്സ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ അത് ഓൺ ചെയ്തിട്ടില്ല. അത് ഓൺ ചെയ്താൽ മാത്രമേ അത് ആക്ടിവേറ്റ് ആവത്തുള്ളൂ. അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ ഓൺ പ്രസ് ചെയ്യും. ഓൺ പ്രസ് ചെയ്ത് അഗെയിൻ നമുക്ക് നോക്കാം എൻ്റർ. ഇനി നമുക്ക് വരച്ച് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് അകത്ത് നമുക്ക് വരയ്ക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ, പക്ഷേ പുറത്ത് വരയ്ക്കാൻ പറ്റുമെന്ന് നോക്കാം. കണ്ടോ, അപ്പോൾ പുറത്ത് നമുക്ക് വരയ്ക്കാൻ പറ്റുന്നില്ല, പക്ഷേ അകത്ത് നമുക്ക് വരയ്ക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പോഴാണ് പ്രോപ്പറായിട്ട് ലിമിറ്റ് സെറ്റ് ചെയ്ത് നമ്മൾ ഓണും കൂടെ ചെയ്താൽ മാത്രമേ ആ ഒരു ഏരിയയിൽ മാത്രം റെസ്ട്രെയിൻ ആവത്തുള്ളൂ. ആ ഒരു ഏരിയ മാത്രം നമുക്ക് റെസ്ട്രിക്റ്റ് ചെയ്ത് വരയ്ക്കാൻ പറ്റത്തുള്ളൂ. നമുക്ക് പുറത്തുള്ള ഏരിയയിൽ നമുക്ക് വരയ്ക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇതാണ് നമ്മൾ ലിമിറ്റ് സെറ്റ് ചെയ്താൽ മാത്രം പോരാ, അത് ഓണും കൂടെ ചെയ്യണം. അതേപോലെ നമ്മളിപ്പം പർട്ടിക്കുലറായിട്ട് 0 പലരും ഇങ്ങനെ ചെയ്യാറുണ്ട്. 0 ആദ്യം സെറ്റ് ചെയ്യും, പിന്നെ എക്സ്റ്റീരിയർ ആയിട്ടുള്ള അപ്പർ ലെഫ്റ്റ് കോർണർ സെലക്ട് ചെയ്യും, അങ്ങനെ മാക്സിമം സെലക്ട് ചെയ്യും. അങ്ങനെയല്ല നമ്മൾ ചെയ്യേണ്ടത്. നമുക്ക് എങ്ങനെയാണോ നമുക്ക് സെലക്ട് ചെയ്യാം, ലിമിറ്റ് സെറ്റ് ചെയ്ത് നമുക്ക് വരയ്ക്കാൻ പറ്റും. ജസ്റ്റ് ഒരു ബൗണ്ടറി നമ്മൾ സെറ്റ് ചെയ്യുമെന്ന് മാത്രമാണ് അതിൻ്റെ ഒരു ഓക്കെ, അപ്പോൾ നമ്മൾക്ക് ഇങ്ങനെ സെലക്ട് ചെയ്ത് ചെറിയ ഏരിയ ആണെങ്കിൽ അങ്ങനെ നമുക്ക് സെലക്ട് ചെയ്ത് വരയ്ക്കാൻ പറ്റും. ഓക്കെ, ഹോപ്പ്ഫുള്ളി ഇതാണ് നമ്മുടെ ബേസിക് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ഓക്കെ, അപ്പം കൺട്രോൾ ഓൾ ചെയ്ത് ഞാൻ ഡിലീറ്റ് ചെയ്യുകയാണ്. ഓക്കെ, നെക്സ്റ്റ്. ഇപ്പോൾ ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത്, നമുക്കിപ്പം ലിമിറ്റ് സെറ്റ് ചെയ്തു അല്ലേ. ഇനി നമുക്ക് ഒരു റെക്റ്റാങ്കിൾ വരച്ച് നോക്കാം. റെക്റ്റാങ്കിളിൽ നമുക്ക് ഒറിജിനൽ റെക്റ്റാങ്കിൾ വരച്ച് നോക്കാം. ഓക്കെ, അപ്പം ഒറിജിനൽ വരയ്ക്കാൻ വേണ്ടി ഇപ്പം ഞാൻ അതിൻ്റെ മുന്നേ നമുക്ക് ലിമിറ്റ്സ് ഓഫ് ചെയ്യണം. ഓക്കെ, ലിമിറ്റ്സ് സെറ്റ് ചെയ്തു, എന്നിട്ട് ഓഫ് ക്ലിക്ക് ചെയ്തു. ഓക്കെ, എന്നിട്ട് ഞാൻ അഗെയിൻ റെക്റ്റാങ്കിൾ എടുക്കുക, REC എൻ്റർ. ഇനി ഞാൻ ഒറിജിൻ തൊട്ട് വരയ്ക്കുക, 0 ടാബ് 0. ഓക്കെ, എന്നിട്ട് അഗെയിൻ 300,200. ഓക്കെ, അപ്പം ആ ഒരു ഏരിയയിൽ മാത്രം നമ്മുടെ റെക്റ്റാങ്കിൾ നമ്മൾ വരച്ചു. ഓക്കെ, ഇനി അഗെയിൻ ഞാൻ ലിമിറ്റ് സെറ്റ് ചെയ്യുക, LIMITS. ഓക്കെ, ലിമിറ്റ് സെറ്റ് ചെയ്തു, സ്പെസിഫൈ ലോവർ ലെഫ്റ്റ് കോർണർ. അപ്പം ഈ ഒരു കോർണർ സെലക്ട് ചെയ്തു, സ്പെസിഫൈ അപ്പർ റൈറ്റ് കോർണർ, ഈ ഒരു പോയിന്റ് നമ്മൾ സെലക്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇനി വരയ്ക്കാൻ പറ്റുന്ന പാരാമീറ്റർ ഇതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ വരച്ച് നോക്കാം. ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് പുറത്തും വരയ്ക്കാൻ പറ്റുന്നുണ്ട്, അകത്തും വരയ്ക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അഗെയിൻ നമ്മുടെ അപ്പർ ആരോ നമ്മൾ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് ലിമിറ്റ്സ് അല്ലെങ്കിൽ നമുക്ക് എന്തൊക്കെ ടാബ്സ് യൂസ് ചെയ്തിട്ടുണ്ടോ അത് ക്ലിക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, എന്നിട്ട് എൻ്റർ അടിക്കണം. എന്നിട്ട് ഇവിടെ ഓൺ ക്ലിക്ക് ചെയ്യണം. ഓക്കെ, ഓൺ ഓഫ് ഓപ്ഷൻ ഉണ്ട്, അപ്പോൾ ഓൺ ക്ലിക്ക് ചെയ്യണം. ഇപ്പോൾ മാത്രമേ നമ്മുടെ ലിമിറ്റ്സ് ആക്ടിവേറ്റ് ആയിട്ടുള്ളൂ. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്കിനി വരയ്ക്കാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ഈ ഒരു ബൗണ്ടറി നമ്മൾ എത്രയാണോ സെറ്റ് ചെയ്തിരിക്കുന്നത് ആ ഒരു ഏരിയയിൽ മാത്രമേ ഇനി വരയ്ക്കാൻ പറ്റത്തുള്ളൂ. നമുക്ക് പുറത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് അത് വരയ്ക്കാൻ പറ്റത്തില്ല. അതാണ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട പാരാമീറ്റർ. ഓക്കെ, അതേപോലെ ഒരു കാര്യങ്ങളും നമ്മൾ അറിഞ്ഞിരിക്കണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ ഫോർ എക്സാമ്പിൾ ഞാനിപ്പം ലിമിറ്റ്സ് ഓഫ് ചെയ്യാം, ലിമിറ്റ്സ് എൻ്റർ ഓഫ്. ഓക്കെ, ഓഫ് ചെയ്ത് സർക്കിൾ ഞാൻ വരയ്ക്കുകയാണ്. ഓക്കെ, സർക്കിൾ ഞാൻ ഫോർ എക്സാമ്പിൾ
ലിമിറ്റ്സ് ഓഫ് ചെയ്യുമ്പോൾ നമുക്ക് എവിടെ വേണോ വരയ്ക്കാൻ പറ്റും. ഓക്കെ, ഇവിടെ ഞാൻ സർക്കിൾ വരച്ചു, അതേപോലെ ഇവിടെ റെക്ടാങ്കിൾ വരച്ചു. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ സൂം ചെയ്ത് വരച്ചുകൊണ്ടിരിക്കുക. ഇനി നമുക്ക് എന്താണ് ചെയ്യേണ്ടത്, ഇപ്പോൾ നമ്മൾ വരച്ച ഡ്രോയിങ് എല്ലാം നമുക്ക് കാണണം, ഒരുമിച്ച് കാണണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, Z എൻ്റർ, A എൻ്റർ. ഓക്കെ, അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ വരച്ച ഡ്രോയിങ്സ് എല്ലാം നമുക്ക് എന്താണ്, നമ്മൾ വരച്ച ആ പ്ലെയിനിൽ നമുക്ക് സിംഗിൾ വ്യൂവിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതൊരു ഷോർട്ട് കീ ആണ്. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, Z എൻ്റർ, A എൻ്റർ, സൂം ഓളിൻ്റെ ഓപ്ഷനാണ്. അപ്പോൾ നമ്മൾ വരച്ച എല്ലാ സംഭവവും നമുക്ക് ഒരുമിച്ച് കാണാൻ പറ്റും. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട പാരാമീറ്റർ. ഓക്കെ, ഇനി ഒരു കാര്യം കൂടെ കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ ലിമിറ്റ്സ് ഒന്നുകൂടെ ഞാൻ ഓൺ ചെയ്യുവാണ്. ലിമിറ്റ്സ് സെറ്റ് ചെയ്തു ഓൺ ചെയ്യുവാണ്. ഓക്കെ, ലിമിറ്റ് സെറ്റ് ചെയ്ത് ഓൺ ചെയ്യുവാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഏരിയ ഏതാണ്, ഇതാണ് നമ്മുടെ ഏരിയ. ഓക്കെ, അപ്പോൾ കാണാൻ പറ്റും. അപ്പോൾ ഈ ബോക്സിൻ്റെ അകത്ത് മാത്രമേ നമുക്ക് വരയ്ക്കാനുള്ളൂ, പുറത്ത് നമുക്ക് വരയ്ക്കാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ അത് നമുക്ക് ഗ്രിഡിന് നമുക്ക് എത്ര ഏരിയയിൽ നമ്മൾ ലിമിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് അത് കാണിക്കണമെങ്കിൽ അതും നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഗ്രിഡ് ഡിസ്പ്ലേ എന്ന് പറഞ്ഞ ഓപ്ഷനുണ്ട്. ഓക്കെ, ഗ്രിഡ് ഡിസ്പ്ലേ കാണാൻ പറ്റും. ഗ്രിഡ് ഡിസ്പ്ലേ അത് നമ്മൾ സെലക്ട് ചെയ്യണം. ഓക്കെ, എന്നിട്ട് ഞാനിപ്പോൾ 2 പ്രസ് ചെയ്യുവാണെങ്കിൽ നമ്മുടെ ഈ ബോക്സിന് അല്ലെങ്കിൽ ലിമിറ്റ് എത്ര സെറ്റ് ചെയ്തിട്ടുണ്ടോ അതിൻ്റെ അകത്തുള്ള ഏരിയ മാത്രമേ ഡിസ്പ്ലേ ആവത്തുള്ളൂ. കാണാം, ഗ്രിഡ് ലൈൻസ് അതിനകത്തുള്ള ഏരിയ മാത്രമേ ഡിസ്പ്ലേ ആവത്തുള്ളൂ, പുറത്തുള്ള ഡിസ്പ്ലേ ആവത്തില്ല. ഫർദറായിട്ട് ആക്ടിവേറ്റ് ചെയ്യണമെങ്കിൽ അഗെയിൻ ഗ്രിഡ് ഡിസ്പ്ലേ പ്ലസ് ചെയ്യണം, ടൈപ്പ് ചെയ്യണം, എൻ്റർ അമർത്തണം, എന്നിട്ട് 3 അമർത്തണം. ഇതിന് കുറച്ചുകൂടി ഡീറ്റെയിൽ ഉണ്ട്. ഗ്രിഡ് ഡിസ്പ്ലേ പറ്റിയ ഗ്രിഡിലുള്ള ചാപ്റ്ററിൽ നമ്മൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയും. ഓക്കെ, എന്നിട്ട് 3 അമർത്തണം. അപ്പോൾ 3 അമർത്തുമ്പോൾ എല്ലാ ഗ്രിഡും ഡിസ്പ്ലേ ആകും. ഓക്കെ, അപ്പം നമ്മൾ സിമ്പിളായിട്ട് ശ്രദ്ധിക്കേണ്ടത് ലിമിറ്റ്സ് പ്രസ് ചെയ്യണം, എന്നിട്ട് ഓൺ ഓഫ്, ഇതാണ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഓഫ് ചെയ്യുമ്പോൾ നമുക്ക് എവിടെ വേണമെങ്കിലും നമുക്ക് വരയ്ക്കാൻ പറ്റും. അതാണ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്യുന്ന പാരാമീറ്റർ. ഓക്കെ, അപ്പോൾ നമ്മൾ റെക്റ്റാങ്കിൾ ഇപ്പം സെറ്റ് ചെയ്ത് സ്പെസിഫൈ ചെയ്ത് എവിടെയെങ്കിലും വരയ്ക്കണമെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ലിമിറ്റ്സ് ഓൺ ഓഫ് ചെയ്ത് വരയ്ക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ലിമിറ്റ്സിനെ കുറിച്ച് നമ്മൾ ബേസിക്കായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഹോപ്പ്ഫുള്ളി ഈ സെഷൻ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. മാക്സിമം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ. അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ മാക്സിമം ഷെയർ ചെയ്യുക. താങ്ക്സ് എ ലോട്ട്.